ഹലോ, ഇന്നത്തെ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ കാണാം മാവിൻ്റെ മുകളിൽ നിന്ന് കുറേ ആളുകൾ നമ്മളെ കൈകാട്ടി വിളിക്കുകയാണ് കേട്ടോ. വന്നന്നോട്ടേ ഞാനത് നോക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഇന്ന് ഇച്ചിരി ഉപ്പുമുളകൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ അതിനകത്ത് നിന്ന് രണ്ട് കണ്ണിമാങ്ങയാണ് എടുത്തത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വീഡിയോസൊക്കെ കാണാറുണ്ട്, മാങ്ങാ സീസൺ വരുമ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് കഴിക്കണത്. അത് കാണുമ്പോൾ നമുക്ക് പ്രവാസികൾക്ക് കൊതിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ആ ടൈമിൽ നാട്ടിലെത്തി കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ആ മാങ്ങ കാണുമ്പോൾ. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് വലിയ ഇതായിട്ടാണ് കിട്ടിയത്. അപ്പം ഞങ്ങൾ പഴുപ്പിച്ചാണ് കഴിക്കുന്നത്. വലുതായി കഴിഞ്ഞാൽ കറിയിലേ യൂസ് ചെയ്തോളൂ, അല്ലാതെ നമുക്ക് കഴിക്കാനേ പറ്റില്ല, അതുപോലെ പുളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം അത്യാവശ്യം നല്ല വലിയ പീസായിട്ട് അരിഞ്ഞിരിക്കണം, കുഞ്ഞു പീസല്ല, കാരണം കഴിക്കാനുള്ളൊരു എളുപ്പത്തിന് അതാണ് നല്ലതെന്ന് തോന്നി. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ അതിനകത്ത് നമ്മുടെ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് കേട്ടോ. എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക ഇത് പറയുമ്പം. അതിങ്ങനെ മിക്സ് ചെയ്യുന്ന കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കി കേട്ടോ. എന്നിട്ട് ഞാനടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. വിചാരിച്ച കണക്കൊന്നുമല്ല, ഒരുപാട് പുളിയില്ല, കുഞ്ഞതായതുകൊണ്ട്, എന്നാലും നല്ല പുളി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു പക്ഷേ കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അമ്മയെ അതെടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ കൊണ്ടുവന്നപ്പോഴേ ആദ്യം മുഖം അയ്യോ ഇതാ കഴിക്കാനോ, പക്ഷേ നല്ല പുളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.